പകുതിയോളം കാണിക്കുന്നുണ്ട് പെട്രോള്. ഇവിടുന്ന് നേരെയല്ലേ? ഇവിടുന്ന് അങ്ങോട്ട് നോക്കാം. നമുക്കിത് എവിടെ തീർക്കാം? ലീജിയൻ സ്കോറിൽ തീർക്കാം. അത് മച്ചാനെ ഏയിലാണ്. ഏയിൽ തീരുവോ? നോക്കിയേ. അതെ ലീജിയൻ സ്കോറിന്റെ അടുത്ത് ഓക്കെ അല്ലേ? ഓക്കെ ബ്രോ തന്നെ റെഡി സ്റ്റാർട്ട് ഒക്കെ പറ. നമ്മളിനി പറഞ്ഞിട്ട് അതിന്റെ പേരിൽ ഇനി ഇത് വേണ്ട. പറ. ഓ പറടാ അളിയാ, നമ്മള് വരില്ലേ? അധികം മാസം വേണ്ടേ? അവൻ ചുമ്മാ ഇതാണെങ്കിലാ ഇതൊക്കെ കഴപ്പാണ്. ഞാൻ സത്യം പറയാ. ഇപ്പൊ സൂപ്പർ പോക്കുവാ. നീ നേരെ പൊക്കോ. എന്തുപറ്റിയാണ്? നമ്മള് പിന്നെ ഒരു മര്യാദയല്ല. നമ്മളെ വെല്ലുവിളിച്ച ആൾ ഇവിടെ കിടക്കുമ്പോ നമ്മൾ ഒരിക്കലും അങ്ങനെ പോയി ഫിനിഷ് ചെയ്യാൻ പാടില്ല. നമ്മുടെ ടീമേറ്റ് പറഞ്ഞ് ഫിനിഷ് ചെയ്യാം, പക്ഷെ നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. പോട്ടോ ടാറ്റ. ഞാൻ ലൈവിൽ കാണിക്കേണ്ട പോയി ദൈവം ഒരു കനിവ്. ഒന്ന് കൊറേ നേരമായി ഒന്ന് പൊക്കിയായിരുന്നെങ്കിൽ ഇപ്പൊ പൊങ്ങത്തില്ല. അതാണ് ഞാൻ അഡ്മിനല്ല പറഞ്ഞേ. ഉത്തരം പറയല്ലോ. ഹലോ ഹലോ ബ്രോ നിന്റെ വണ്ടി കൊണ്ട് നിന്റെ വണ്ടിയില് നിന്റെ വണ്ടി ഇപ്പൊ ഇരിക്കണ പോലത്തെ 2 എഞ്ചിൻ വെച്ചാലും നീ ജയിക്കൂല. എനിക്ക് വേണമെങ്കിൽ ഫിനിഷ് ചെയ്യായിരുന്നല്ലേ ബ്രോ? ഞാൻ ഫിനിഷ് ചെയ്തില്ലല്ലോ. എടാ എന്റെ വണ്ടി അങ്ങ് എത്തി. എന്റെ വണ്ടി ടു വണ്ടിയാണ് റൈസ് വെച്ചത്. എന്റെ വണ്ടി അങ്ങ് എത്തി ഓൾറെഡി. എന്ത് മിസ്കമ്മ്യൂണിക്കേഷൻ? ഇല്ല ഇത് പറഞ്ഞു തീർക്കില്ല. നിന്റെ വണ്ടി ഓക്കെ. അപ്പൊ ഞാൻ നിന്റെ വണ്ടി എടുത്തോളാം കേട്ടാ. ഈ വണ്ടി എന്റെ പേരിൽ എഴുതിയെടുക്കും. കാശാടാ. എടാ നിന്റെ വണ്ടി ജയിക്കാൻ പോണില്ല. ശരി എന്നാ റീമാച്ച്. ശരി അല്ലല്ല നീ ഓടിച്ചു നോക്കണം. നീ വാ കേറ് വാ. അല്ലല്ലോ എടാ നീ എന്റെ സമയം കളയാനാ. നീ ഉണ്ടോ? നീ റേസിനുണ്ടോ അതോ? അല്ലെ സ്പീഡൊന്നും കാണിച്ചു കൊടുക്കാൻ പറ്റൂല. അവൻ എന്റെ വണ്ടി ഇറങ്ങടാ. എടാ എന്റെ വണ്ടി ഒരു 400 എടാ ഈ അവരാതി പറയുന്നത് കേട്ടോ നീ? ഇറങ്ങടാ ഇങ്ങോട്ട് ഇറങ്ങടാ. കാശ് നോടാ. എടാ നീ റേസ് വെച്ച് എന്ത് കണ്ടിട്ടാ? നിനക്ക് മലയാളത്തിൽ പറഞ്ഞ മനസ്സിലാവൂല. നിന്നെ കൊല്ലു ഞാൻ. ഇപ്പൊ നിന്നെ കൊല്ലാൻ പോണെന്ന് ഞാൻ. കൈപോക്ക് ഒറ്റ 10. ഞാൻ നോക്കട്ടെ എത്ര നിന്റെ എത്ര നോക്കട്ടെ.
ഒറ്റ 10 100 1000 10,000 ലക്ഷം 10 ലക്ഷം കോടി 10 കോടി ഉണ്ട് നിന്റെ കയ്യില് 10 കോടിയാ എന്റെ കയ്യിലാ 10 100 1000 10 ലക്ഷം 10 ലക്ഷം കോടി അതിന്ന് 10 കോടി ഇല്ലല്ലേ അപ്പൊ എത്ര അത് എത്രയായിരുന്നു 10 കോടി 10 കോടി 5 കോടി 5 കോടി 5 കോടി എനിക്ക് തിരിച്ചിട് 10 100 അയ്യോ 10 100 1000 10,000 ലക്ഷം 10 ലക്ഷം കോടി ഇതാ ഇതെന്ത് പറയും എടാ നീ ഒരു 5 കോടി നീ എണ്ണി താഴെ 5 കോടി എണ്ണി താഴെ നീ എണ്ണി താഴെ ഒരു കോടി ഉള്ളു ഇപ്പോ അത് 5 കോടി ഒരു കോടിയാടാ അത് 1 കോടിയാ എടാ 1 കോടി വെച്ച് നീ എന്നെ അങ്ങ് ഒലത്താന്ന് വിചാരിച്ചാ എടാ 1 കോടി 10 കോടി ഉണ്ടെന്ന് പറഞ്ഞത് ആരാ നോക്കട്ടെ മതി പോ 5 കോടി 5 കോടി എടാ അപ്പൊ ഇനി അടുത്ത റേസിനാണേ ഞാൻ അടുത്ത വണ്ടി ഇറക്കി വിളിച്ചാ മതി നീ അടുത്ത വണ്ടി ഇറങ്ങിട്ടോ ബൈ നമ്പർ കൊടുത്തോണെങ്കിൽ തെറ്റായിട്ട് വിളിക്കട്ടെ ഇനി അടുത്ത റേസ് 10 കോടിക്കാണ് അല്ല 5 കോടി കിട്ടിയാ 5 ഇല്ല 1 കോടിയൊക്കെ മതി 1 കോടിയൊക്കെ മതി ഇല്ല മതിയല്ലേ മതി നമ്മൾ ഒരാൾ അങ്ങനെ ഊമ്പിക്കാൻ പാടില്ലല്ലോ എടാ 1 കോടി ഇറക്കി പറയല്ലേ അളിയ 1 കോടി അളിയ എനിക്കങ്ങനെ കള്ളം പറയണ സ്വഭാവം ഇല്ലെന്ന് അറിയാലോ നീക നിന്നെ വണ്ടി ലോക്ക് ചെയ്തേ സാർക്ക് നമ്മ പയ്യന് ഗിഫ്റ്റ് കൊടുക്കണോ അയ്യോ ഗിഫ്റ്റ് കൊടുക്കണം അത് അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് കൊടുക്കണം ചന്ദ്രു അവനാടാ ഈ കാർ അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം പെണ്ണാണ് അതിനെ കൊടുക്കാൻ പറ്റുമോ എനിക്ക് പറ്റൂല മാമയാവൻ ചന്ദ്രു ഇന്നലെ ഞാൻ അലിയുടെ അടുത്ത് ഒരു കിട്ടുന്ന സെറ്റപ്പ് ഒരു പബ്ബിനകത്ത് ഒരു 10 പെമ്പിള്ളേരും കുറച്ച് കഞ്ചാവും കാര്യങ്ങളും ടീംസ് ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് നിർത്തിയിട്ട് അവിടെ ഒരു കേക്ക് കൊണ്ട് വെച്ചിട്ട് വിളിക്കാൻ ചന്ദ്രൻ അവന്റെ അച്ഛനാണ് നീ ഒരു തന്തയുടെ അടുത്താണ് ഈ വർത്താനം പറയണം നീ മറക്കല്ലേട്ടെ തന്തയുടെ കാര്യം പറയുമ്പോ ചന്ദ്രു ഒരു പെണ്ണ് ആ പെണ്ണ് വന്നിട്ട് ഇന്ന് അവന്റെ അടുത്ത് അവന്റെ മുടിയുടെ കളറുള്ള ഒരുത്തനെ കണ്ടവ പറഞ്ഞു ഇതല്ലേ ഇതിന്റെ തന്തയെന്ന് പറഞ്ഞിട്ട് ഇന്ന് മോനെ ഭയങ്കര ഇതായിരുന്നു അവൻ കരഞ്ഞോണ്ട് നടന്നായിരുന്നു മുതുക്കില് അവളുടെ പേര് മറ്റേവളില്ലേ മറ്റേവള് അല്ല മറ്റേ പേര് മറ്റേ താജ്മഹൽ പടിഞ്ഞാടവന്മാര് ഇതെന്തൊരു എടാ ഇതാണ് സംഭവം ഇതെന്താ ഇത് അവന്റെ കല്യാണമാണോ എടാ കല്യാണം അല്ല അവന്റെ എടാ ഞാൻ പറയണ ഈ ചെറിയ സെറ്റപ്പ് കുഞ്ഞെന്ന് പറഞ്ഞ ഒരു 1/2 സെന്റില് ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് സാറേ ഇത് വലുതാണോ എടാ ലവി ഇത്രയും വലുതൊന്നും വേണ്ട ഇതെന്തോന്നും മനുഷ്യ അവന്റെ കല്യാണം അവന്റെ കഴിവറ മോനെ നമ്മളൊരു കാര്യമുണ്ട് എന്നാ ഇങ്ങനെ ഇരിക്കട്ടെ നമ്മള് ക്വാളിറ്റിയാണ് നോക്കുന്നത് അപ്പൊ നീ ഒരു കാര്യം ചെയ്യ് ഇത് ഈ വണ്ടിയില്ല ഇത് അവന് ഗിഫ്റ്റ് കൊടുക്കാൻ വാങ്ങിയാക്കാം വണ്ടിയാ ഇതൊന്ന് പണിത് നീ അതിന്റെ അകത്ത് കയറ്റാം സൂപ്പർ ബാക്കി കിടക്കണേ അത് അങ്ങനെ ഇരിക്കണമെങ്കിൽ ബോണറ്റ് വെച്ചാൽ സെറ്റ് ആവും വണ്ടി അകത്ത് കയറ്റിട്ടാ പോരെ ഗിഫ്റ്റ് കൊടുക്കല്ല ആ റാമ്പ് കയറ്റിട്ടോളാം ഓക്കെ ഡബ്ല്യൂ എടാ ഞങ്ങൾക്ക് പോവാൻ വണ്ടി വേണം കറങ്ങൂലേ ആ റാമ്പ് കറങ്ങൂലേ നമ്മളേതായി വണ്ടി എടുത്ത് ചന്ദ്രനെ അല്ലല്ല ആ ഹെലികോപ്റ്റർ തരാവോ ഹെലി ആരതാ അലക്സാണ്ടറിന്റെ ആണോ വണ്ടിയുടെ അപ്പുറം അപ്പുറം 2 പെമ്പിള്ളേര് പിന്നെ കുറച്ച് കഞ്ചാവിന്റെ ചെടി ലവി നിന്റെ എടാ നീ തറയിൽ നോക്കിയേ അല്ലെങ്കിൽ വേണം നിന്റെ ID പറ എനിക്ക് 53 കിട്ടിയാ വെച്ചരാ കുറച്ച് പെമ്പിള്ളേരെ സെറ്റ് ആക്കാനാ അല്ല ഇരിക്കട്ടെ 10 കോടി ഉണ്ട് പൈസ രാശിയിലായിരുന്നു ഇരിക്കട്ടെ ഞാനേ പോട്ടിരാ പിന്നെ കഴിക്കാനും കുടിക്കാനും
ഹലോ എന്താ മറ്റേ തോക്കിന്റെ എന്താ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞാ ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. പിന്നെ വിളിച്ചില്ല. ഇല്ല. ഓക്കെ ഇപ്പൊ പരിപാടിയെല്ലാം സെറ്റ്. നീ ഇവിടെ ഉണ്ട്. എന്തോ ഗിഫ്റ്റ് കൊടുക്കുമെന്നോ എന്തൊക്കെ പറഞ്ഞായിരുന്നു. അവന് വേണ്ടി വാങ്ങി ഞാൻ അറിയാവോ നിനക്ക്? ഒരു ഐലൻഡ് അവന് വേണ്ടിട്ട് വാങ്ങിയ. നീ എവിടെ ഉണ്ട്? ഞങ്ങള് 8137 അതെവിടാ മറ്റേ കാറ് വാങ്ങുന്ന സ്ഥലം. അവിടെ എന്തോന്ന്? അവിടെ എന്റെ ഒരു ഫ്രണ്ടിന് കാർ വാങ്ങിച്ചു കൊടുക്കാൻ. രമണൻ തമ്പിക്ക്. രമണൻ തുമ്പി വന്നാ സിറ്റിയില്? ഓ വന്നു. നീയേ സൂര്യക്ക് വല്ല വാങ്ങിച്ചു കൊടുത്താടി? സൂര്യക്ക് ഞാൻ ഇന്നലെ ഒരു കാർ വാങ്ങിച്ചു കൊടുത്തു. നീ പൈസ മുടക്കിയാ? ഹലോ അല്ല നീ കാശ് മുടക്കിയാന്ന്? കാശ് മുടക്കി. കസ്റ്റം കാറാ? എന്റെ ബർത്ത്ഡേയും കഴിഞ്ഞ 2 മാസം മുന്നേ ഉണ്ടായിരുന്നു. ആണോ? കൺഗ്രാറ്റ്സ് ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. അല്ല ഇത് പറയില്ല. ഇത് കിടിലാണ്. പിന്നെ ഞാൻ വണ്ടി പോകും. ഞാൻ പറഞ്ഞില്ലേ ബിസിനസ് ആണ്. ജോബുണ്ട്. അതെ സത്യം. നിനക്ക് അറിയാത്തോണ്ടാ ഞാൻ നമ്മളെ കിഡ്നാപ്പിംഗ് നടന്നപ്പോ അങ്ങോട്ട് കൊണ്ടുപോകാന്നാ വിചാരിച്ചത്. മനസ്സിലായില്ലേ? ലൈൻ കമ്പിയൊക്കെ നോക്കിയെടുക്കളിയാ. എന്തിനാണ് അള്ളിന്റെ കഴപ്പ്? ചന്ദ്ര അടികൂടെ അതിന്റെ അടികൂടെ അത്ര ഉള്ള എന്തൊരു അടികൂടെ. പിന്നെ അല്ല നിനക്ക് എന്താ സാർക്ക്? നമ്മള് തറയിൽ വരയ്ക്കും. ഏതാ തിരിച്ച് റൈറ്റ് തന്നെ വരട്ട്. ആ ടോൾ പാസ് അടി കൂടെ. ഇല്ല ഒരു കുഴപ്പമില്ല. നേരെ കേക്കണ്ട. ഇല്ല പറയത്തില്ല. നിനക്ക് കേൾക്കാതിരിക്കണ ചില്ല് കൂട്ടിയില്ലേ? അപ്പൊ എനിക്ക് കേക്കാം. ഒന്നും കേൾക്കണല്ലോ. ഈ മ്യൂസിയത്തിൽ ഒന്ന് കയറാം. മ്യൂസിയം റൈറ്റിലെ മ്യൂസിയം ഒന്ന് കയറാം. പിന്നെന്ത് നമ്മുടെ മ്യൂസിയം? ചന്ദ്രു ഇത് ക്രാഷ് ലാൻഡ് ആയിരുന്നു. ഇവിടെ ലാൻഡ് ചെയ്തെന്ന് പറയാം. ഇത് കൊരങ്ങന്മാരുടെ സൂ ആണോ? ഓ അതെ കൊരങ്ങന്മാർ. ചന്ദ്രു താഴെ എമർജൻസി ആയിട്ടൊന്ന് ഡ്രോപ്പ് വണ്ടി നിറക്കണം എന്ന് പറയാം. എമർജൻസി ലാൻഡിംഗ് ആണോന്ന് പറയാം. എമർജൻസി ലാൻഡിംഗ്. അതെ കുട്ടി മച്ചാനെ ഒരു കാര്യം വെടിവെക്കല്ലേ? അതെ ഹലോ ബ്രോ ഒന്ന് ലാൻഡ് ചെയ്യട്ടെ. എമർജൻസി ലാൻഡിംഗ് പറ്റുമോ? എമർജൻസി ലാൻഡിംഗ് പറ്റുമോ ബ്രോ? എമർജൻസി ലാൻഡിംഗ് പറ്റുമോ? എടാ കേൾക്കുന്നില്ല. ഹലോ ബ്രോ കേൾക്കുന്നില്ല. ഹലോ എമർജൻസി ലാൻഡിംഗിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഇവിടെ പറ്റുമോ ബ്രോ? വണ്ടിയുടെ ഒരു എഞ്ചിൻ പകുതി എന്തോ കംപ്ലൈന്റ്. ഒന്ന് നോക്കാനാ. എന്ത് ചെയ്യാനെന്ന് പറ മച്ചാനെ. വലിയ പ്രശ്നമാണ് ഈ വണ്ടിയൊക്കെ ഓടിക്കുന്നേ. ജീവൻ രക്ഷപ്പെട്ട്. അല്ലേ നോക്ക്. ബ്രോ നിങ്ങളുടെ പേരെന്താ? നല്ല മനസ്സ് ബ്രോ. സത്യം പറഞ്ഞാൽ ഈ കുടുംബത്തിലൊന്നും ഇവിടെ ആരും കേറ്റാറില്ലേ? കുടുംബത്തിൽ കേറ്റാൻ കൊള്ളാത്താൽ നമ്മള് നല്ല പയ്യന്മാരാണ്. എന്നാലും ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. വാൽവിന് കംപ്ലൈന്റ് ഉണ്ട്. ആവശ്യമുള്ള സാധനം മാത്രം എടുക്കാവേ. നീ ചുമ്മാ ബുദ്ധിയോടൊന്നും കാണിക്കരുത്. നമ്മള് മെക്കാനിക് എഞ്ചിനീയർ ആണേ. മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. അപ്പൊ നിങ്ങൾ തൊട്ടിന് ശരിയാവില്ല. പഠിച്ചോ. ലീഫിൽ കുടിയുന്ന സാധനം കിട്ടിയാട്ടാ. ഇതായിരുന്നു പ്രശ്നം. ബ്രോ
മച്ചാനെ സ്ക്രൂ ഒന്ന് വെക്കല്ലേ. ശരിയാ 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 ബ്രോ. ശരി, അബൂന ശരി. അബൂന അന്വേഷിച്ചു പറയാ. അല്ലെ വെയിറ്റ് ചെയ്യാം. ഓക്കേ, ഓക്കേ. ഓക്കെ എടാ കേറണ അല്ല ഈ സ്ക്രൂ ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടി ചെയ്തേക്കട്ടെ. ആ ഓക്കേ, ഓക്കേ, സെറ്റ്. ഓക്കെ ബൈ ടാറ്റ. ബൈ ബ്രോ, താങ്ക് യു. നല്ല നല്ല പയ്യന്മാര് ഡബ്ല്യു പയ്യന്മാര് പയ്യന്മാര്. തയ്യപ്പെട്ട തങ്കപ്പെട്ട പയ്യന്മാര് സത്യം പറയല്ല. ചന്ദ്രു അപ്പൊ ഇത്രേ ഉള്ളൂ മെയ്ഡേ കോഡ്. മേടെ മേടെ ഒരു ലോറിയല്ലേ പോയെ. ചന്ദ്രന്റെ മെയിനെ കൂടെ സ്ലിപ്പ് ആക്കിയായിരുന്നു മോളിൽ കൂടെ. പിന്നല്ല അതിലിപ്പോ സ്ലിപ്പായി രണ്ടോട്ട് സ്ലിപ്പായി പോയിരുന്നു. ചന്ദ്രു ചന്ദ്രു വീണ്ടും ചന്ദ്രു അടുത്ത ഗ്യാങ്ങോസ് ലാൻഡ് ചെയ്യണേ. എഞ്ചിന് ചെറിയൊരു പിടുത്തമുണ്ട്. അടുത്ത ഗാംഗോസ് അടുത്ത സൺഡേ അല്ലേ ഞങ്ങൾ ടീച്ചർ ഗാംഗോസ് നമ്മുടെ കൊമ്പന്റെ ചന്ദ്രു! മേണ്ടേ മേണ്ടേ അല്ലേ ഇതൊക്കെ ചന്ദ്രു പോസ്റ്ററി കുരുത്ത്